മുഖ്യമന്ത്രി ആര്? വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ബാക്കിയെല്ലാം കമന്റ് ഇട്ടു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ആദ്യം നിയമസഭയിൽ കൊണ്ടുവരാൻ പോകുന്ന വിഷയം വി.ഡി. സതീശൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മൊത്തം വി.ഡി. സതീശനാണ്. ഇനി ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്റാണ്. ഓക്കെ, നമുക്ക് അതിലോട്ട് പോവാം. അതിൻ്റെ ആ ഒരു പോസ്റ്റ് തന്നെ കാണാം. അല്ല, പോസ്റ്റിന് താഴെ വന്ന കമൻസുകൾ. അതായത് മെയ് 4 റിസൾട്ട് വന്നപ്പോൾ കേരളത്തിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും തന്നെ തെറ്റിച്ച് അതിൻ്റെ താഴെ ഇപ്പോഴും വി.ഡി. സതീശനും അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ ജനങ്ങൾ സംസാരിക്കുന്നത്. അത് ഏത് പാർട്ടിക്കാരാണെങ്കിൽ പോലും, കമ്മ്യൂണിസ്റ്റും BJP എല്ലാം, ഞാനൊരു BJP-കാരനാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ. കാരണം കേരള കോൺഗ്രസിനെ തന്നെ ഈ ഒരു രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി അത് വി.ഡി. സതീശനാണ്. അതെവിടെ ഞാൻ തുറന്നു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനും ഒരു പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ പാർട്ടി പറയുമല്ല, പക്ഷേ നമ്മളൊരു കാര്യം പറയണം. ഒരു പാർട്ടി ഏറ്റവും താഴ്ത്തട്ടിലോട്ട് പോയ സമയത്ത് അവിടെ പിടിച്ചുകൊണ്ട് വന്നൊരു മനുഷ്യനാണ്. ഞാൻ ഈ പറയുന്ന വി.ഡി. സതീശനെതിരെ സംസാരിച്ചിട്ടുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണ് ഈ പറയുന്ന വി.ഡി. സതീശനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. രാഹുലിനെ എന്തിനു മാറ്റി? അവിടെ പല ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അവർക്കെല്ലാം പല നേതാക്കന്മാരുണ്ടായിരുന്നു എതിർ പാർട്ടിയിലാണെങ്കിലും, അവരൊക്കെ അവരുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന കണ്ടില്ല എന്നൊക്കെ സംസാരിച്ചപ്പോഴും എന്താ പറയണ്ടേ, ഈ പറയുന്ന വി.ഡിക്ക് അതുപോലെ ജനങ്ങൾ എതിരുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ അന്ന് എതിര് നിന്ന ജനങ്ങൾ പോലും ഇദ്ദേഹത്തിന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല, സാഹചര്യമാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല, അതൊരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യം വി.ഡിക്കാണ് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് കമന്റ് ബോക്സ് മൊത്തം ഈ പറഞ്ഞ വീഡിയോ തെറി പറയായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഉൾപ്പെടെ, കാരണം നാളെ പാലക്കാട് ഈ രാഹുലിനെ അഥവാ തിരിച്ചുകൊണ്ട് നിർത്തുവാണെങ്കിലും പെണ്ണിന്റെ വിഷയം പറഞ്ഞിട്ട് വേണമെങ്കിൽ പല രീതിയിലും പാർട്ടി ഇത് ചെയ്യാൻ പറ്റും. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഇതുപോലായിരുന്നു ഭരണം പോയത്. അത് നൈസായിട്ട് ഇയാൾ എടുത്തങ്ങ് കളഞ്ഞിട്ട് എന്തെടുത്ത്, കാരണം പിന്നെ ആരും ചോദിക്കാൻ പറ്റില്ലല്ലോ, ഒരു മനുഷ്യനും ചോദിക്കാൻ വരില്ല. ഇന്ന പോലെയാണ് രാഹുൽ പാർട്ടിയിലുണ്ടോ, പാർട്ടിയില്ലാത്തവരത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അവിടെ ആ ടോപ്പിക് അവിടെ നിർത്തും. മനസ്സിലായോ? എന്നിട്ട് ഇയാൾ ഓരോ പുതിയ കാര്യങ്ങളും, പിന്നെ ഈ പറയുന്ന വണ്ടി മോഡിഫൈ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എല്ലാം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ശരിക്കും പേടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, രാഹുൽ വിഷയം ശരിക്കും ഈ ഒരു ഇലക്ഷനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് കോൺഗ്രസിന് ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഈ ഒറ്റയടിക്ക്, അതായത് ഒരു മാസം കൊണ്ട് അദ്ദേഹം അത് ക്ലീൻ ആക്കി വിട്ട്. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് വിട്ടായിരുന്നു. ആ പോസ്റ്റിലാണെങ്കിൽ പോലും ഈ പറയുന്ന രാഹുലിൻ്റെ വിഷയം കൂടെ കലർത്തിയ പോസ്റ്റ്. അതിനകത്ത് മൊത്തം അന്ന് ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും വി.ഡിക്ക് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നൊരു മനുഷ്യനാണ്. അപ്പം ഗ്രൂപ്പ് ചർച്ചകളാണല്ലോ മൊത്തം. പിന്നെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഗ്രൂപ്പ് ഈ പറയുന്ന എന്താ പറയുക, ഞങ്ങൾ തമ്മിലടിക്കുമല്ല, പക്ഷെ അത് പ്രതിഷേധത്തിന് എടുക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്. ഇതുപോലെ കുറേ നാണം കെട്ട നാറികളെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തിനിറങ്ങണം? KCയുടെ ഇത് നോക്കി കാണിക്കുന്നു, വീഡിയോയുടെ കാണിക്കുന്നു. അപ്പോൾ നാട്ടുകാർ വിചാരിക്കും യുവമാർ തമ്മിലടിച്ച് തുടങ്ങിയെന്ന് പറയും. വലിയ സംഭവം കാണിക്കുന്നതാണ്. എന്തിനത് കാണിക്കുന്നേ? ആ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന്റെ കമന്റ്സ് അത് മതി സത്യത്തില. ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിനേക്കാളും നല്ല വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, KPCC അധ്യക്ഷന്റെ പിന്തുണ KC വേണുഗോപാലിന്. ഈ ജയിച്ച MLA ആർക്കൊക്കെ പിന്തുണച്ചെന്നും പറഞ്ഞുള്ള ഒരു പേപ്പർ ഇപ്പം ലീക്കായി എന്ന് വെച്ചാൽ ഒരു നേതാവിന്റെ കയ്യിൽ ഇരുന്നതാണ്. അതിങ്ങനെ മറിഞ്ഞിരിക്കുകയായിരുന്നു. അതിന്റെ ഫോട്ടോസ് എടുത്തവരൊക്കെ പുറത്തു വിട്ടു. അതിനകത്ത് നമ്മുടെ രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ തൃപ്പതി എന്താ പേര്, സന്ദീപ് വാര്യർ, എൻ്റെ പൊന്നളിയ, പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്ത ആർക്കാ? KCക്കാണ്. പുള്ളി മാധ്യമങ്ങളെടുത്ത് വേറെ കണ്ടൊക്കെയാ പറഞ്ഞത്. എനിക്ക് ചിത്രമാണ്. ആ ചിത്രത്തിൽ സന്ദീപ് വാര്യർ KC വേണുഗോപാൽ പിന്തുണയ്ക്കുന്നു എന്നതാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. തങ്ങളുടെ പേരിന്റെ നേരെ KCയുടെ പേര് എഴുതിയിരിക്കുന്നത്. ആ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യൻ ഡെമോക്രസി ഉണ്ട്, ഒരു ആഭ്യന്തര ജനാധിപത്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ദൗർഭാഗ്യവശാൽ അത് ഇല്ലാത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ് CPM, BJP. അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. CPM ആണെങ്കിൽ CPM-ന് ഒരു അധികാര സെൻട്രൽ പവർ ഉണ്ട്. ആ ഒരു പവർ സെന്ററിൽ നിന്നാണ് തീരുമാനങ്ങൾ. BJP-ക്ക് ആണെങ്കിൽ നാഗ്പൂരിൽ നിന്നാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അത് താഴെ തലങ്ങളിലേക്ക് യാന്ത്രികമായിട്ട് അനുസരിക്കുന്ന ആളുകളാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെങ്കിൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെയാണ്. ഞങ്ങളുടെ അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ അഭിപ്രായത്തിൽ മറിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് ഒരു വിശാലമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അവരെല്ലാ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്റെയും ജനത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയല്ലേ? അതങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം, കോൺഗ്രസിനകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആഭ്യന്തര കാര്യമാണ്. അവിടെ ഒരു ഇന്റേണൽ എക്സസൈസ് ആണ്. ആ ഇന്റേണൽ എക്സസൈസിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ആ പാർട്ടിയാണ് വിലയിരുത്തുന്നത്. ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങൾ പുറത്ത് വന്ന ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലോ അത് എന്ത് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് ഒന്നും പറയണ്ട. ഞാൻ ഇത്ര പറയും,
ആ ചിത്രത്തിൽ പുള്ളിക്കാരൻ എന്താ പറയണ്ടേ, ഒന്നിനും പിന്തുണയ്ക്കുന്നുള്ള ഇല്ല എന്നുള്ള രീതിയിലാണ് ഇന്നലെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ എന്താ പറയണ്ടേ, നൈസായിട്ട് പുള്ളി അറിയാലോ MLA-മാർക്ക് സെലക്ട് ചെയ്യാം ഈ 3 പേരുടെ കൂട്ടത്തിൽ. അങ്ങനെ പുള്ളി കൊണ്ട് കൊടുത്തത് KCക്കാണ്. അത് ലീക്കായ സംഭവമാണ്. പിന്നെ മാധ്യമങ്ങൾ അത് പുറത്ത് വിട്ട് കഴിയുമ്പോൾ പിന്നെ അറിയാലോ, ഇദ്ദേഹത്തിനെ വിശ്വസ് ഷോട്ട് ചെയ്തൊരു പ്രവർത്തകൻ മറുനാടൻ ചാനലിനകത്ത് വോയിസ് ഒക്കെ കൊടുത്ത് എനിക്ക് നാണക്കേടായിപ്പോയി, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല, സന്ദീപ് വാര്യറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, സന്ദീപ് ഒക്കെ പരമാവധി കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനേ ശ്രമിക്കുന്നുള്ളൂ. എല്ലാ രാഷ്ട്രീയത്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും VD സതീശൻ തന്നെയാണ്. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. കാരണം കോൺഗ്രസിനെ പിടിച്ചു കൊണ്ടുവന്നത് ഈ പറയുന്ന ഈ സതീശനെ എനിക്ക് തോന്നുന്നൊരു 3-4 മാസം ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. അംഗീകരിച്ചേ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാഹുലിന്റെ വിഷയത്തെ കലർത്തരുത് ദയവ് ചെയ്തിട്ട്. വോട്ട് കൊടുക്കണം, പിഷാരടിയെ ജയിപ്പിക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. കണ്ടവർക്ക് നല്ല രീതി ബോധം ഉണ്ടാവാം. ഓക്കെ, അപ്പൊ സന്ദീപ് വാര്യറിന്റെ കാര്യങ്ങൾ ഇപ്പൊ കേട്ടല്ലോ. ഞാൻ അടുത്ത് വേണ്ട കേസിയുടെ പോട്ടെ, എനിക്ക് വീഡിയോ കുറിച്ച് പറയുന്നേക്കാം. ഈ വിഷയത്തിന്റെ അകത്ത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്നൊരൊറ്റ ദൗത്യം മാത്രമാണ് കേരളത്തിലെ ജനം അതാണ് നോട്ട് ചെയ്തതാണ്. കേരളത്തിലെ ജനം VD സതീശനെ നോട്ട് ചെയ്തതാണ്. കോൺഗ്രസിനോട് CPM-നോട് പടപൊരുതിയ VD സതീശന് കൊടുത്ത മാർക്കാണ് കേരളത്തിൽ കിട്ടിയ 102. സണ്ണി ജോസഫ് ഞങ്ങളുടെ നെഞ്ചാണ്. സണ്ണി ജോസഫിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പലരും കാര്യങ്ങൾ നടത്തുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അല്ല, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു പിന്തുണയില്ല. അദ്ദേഹത്തിന് ഞങ്ങളുടെ നേതാവാണ്, KPC പ്രസിഡന്റാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളം മുഴുവൻ അറിയാൻ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങിയാണ്. സണ്ണി ജോസഫിനെ വിട്ട ഒരു കളിയും ഞങ്ങൾക്കില്ല. അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ്. റിപ്പോർട്ട്. മുഖ്യമന്ത്രി പോരിൽ ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ ഉറപ്പിച്ചിരിക്കുന്നു KC വേണുഗോപാൽ പക്ഷം. 48 പേരുടെ പിന്തുണ KC പക്ഷം അവകാശപ്പെടുന്നു. 3 നേതാക്കൾക്കും പിന്തുണ അറിയിച്ച് ഞങ്ങളുടെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംഘടന തെരഞ്ഞെടുപ്പ് അറിയാലോ. അല്ല, രാഹുൽ മാങ്കുടത്തിന് ഒരു വിഷയം ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ വോട്ടർ ഐ കാർഡൊക്കെ വെച്ചുള്ള ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നിന്നത് KC പക്ഷത്തിലാണ് നിന്നത്. എനിക്ക് അവിടെ പറയാനൊരു മടിയൊന്നുമില്ല. അപ്പം ഞാൻ 2ാം സ്ഥാനത്ത് വന്നത് 7 പേരോളം ഉണ്ടായിരുന്നു. 2ാം സ്ഥാനത്തായിരുന്നു. ഫസ്റ്റ് നമ്മുടെ നാട്ടിലൊരു ചേട്ടൻ വിനോദേട്ടനായിരുന്നു. ഫസ്റ്റ് പുള്ളി ജയിച്ചു. 2ാമത് ഞാനായിരുന്നു. അപ്പം അന്നും ആണെങ്കിൽ പോലും ആ ഒരു ഇലക്ഷൻ നടന്നപ്പം എന്താ പറയണ്ടേ, കോൺഗ്രസിന്റെ ഇടയിൽ ഒരു വൈരാഗ്യം തോന്നും. ഇവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു, ഇവൻ ഇങ്ങനെ വോട്ട് മേടിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ കള്ളം പറഞ്ഞു മേടിച്ചു എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരാഗ്യം പോലൊരു സംഭവം വരും. ആ ഒരു തെരഞ്ഞെടുപ്പിനോട് തന്നെ എനിക്ക് വലിയ യോജിപ്പില്ലായിരുന്നു. കാരണം ആൾക്കാരോട് ശത്രുത കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഇലക്ഷനായിട്ട് എനിക്ക് തോന്നിയത് സീരിയസ്ലി. അന്ന് KC ഗ്രൂപ്പിനാണ് നിന്നത്. നമ്മളിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഈ KC വന്നാലും ചെന്നിത്തല വന്നാലും ആരൊക്കെ വന്നത് ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ജനങ്ങൾ തീരുമാനിക്കുന്നതേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ലേ? ജനങ്ങൾ തീരുമാനിക്കും, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ജനങ്ങളുടെ തീരുമാനത്തിനോട് ഞാൻ യോജിക്കത്തുള്ളൂ. കാരണം ഈ കോൺഗ്രസ് പാർട്ടിയില ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കൊരു വാല്യൂ ഇല്ല, അല്ലാത്തവരെ പിടിച്ചിരുത്തും. അതങ്ങനെയാണ് ഈ പാർട്ടിയുടെ കുഴപ്പം. അപ്പൊ ഈ ഒരു കാര്യത്തില് പണ്ട് മധ്യപ്രദേശ് സംഭവിച്ചതും രാജസ്ഥാനിൽ സംഭവിച്ചതും ഒക്കെ ഇതുപോലെ ആയിരുന്നു. ചെറുപ്പക്കാർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും, വന്നിട്ട് കൊടുക്കും. റിസൾട്ട് എല്ലാം ആയി കഴിയുമ്പോൾ മുതിർന്ന ആൾക്കാരെ പിടിച്ചിരുത്തുന്നതിനോട് എനിക്ക് യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ. കേരളത്തിൽ അതുപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 10-15 വർഷത്തിനുള്ളിൽ BJP ഇവിടെ ചിലപ്പം ഭരിക്കേണ്ട ഒരു അവസ്ഥ വരും. BJP പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ പറയണമല്ലോ. അങ്ങനെ തുടരുകയാണ്. KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ട് സാഹിത്യകാരൻ T. പത്മനാഭൻ രംഗത്തെത്തിയിരിക്കുന്നു. എന്തുകൊണ്ടും യോഗ്യൻ KC ആണെന്നാണ് പത്മനാഭൻ പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനവികാരം കണക്കിലെടുത്ത് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് K. മുരളീധരൻ പറഞ്ഞു. പ്രവൃത്തി പരിചയവും ഒപ്പം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാനുള്ള കഴിവും മാനദണ്ഡമാക്കിയ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്നാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയും പറഞ്ഞിരിക്കുന്നത്. ഫ്ലൈസിന്റെ വലിപ്പം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും K. മുരളീധരൻ നേരത്തെ പറഞ്ഞു. നാട്ടുകാർക്ക് കുഴപ്പമില്ല, നാട്ടുകാർ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്, നാട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, നാട്ടുകാർ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു സങ്കടം പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തന്മാർ ഇറങ്ങുമ്പോഴേ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ആൾക്കാർ പറയുന്ന ഓരോ രീതികളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മുടെ പാർട്ടിയുടെയും ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് കാണിക്കുക. പക്ഷെ ആൾക്കാർ തമ്മിലടിയാന്നേ പറയത്തുള്ളൂ. KC വരട്ടെ എന്ന് ഒരെണ്ണം, RC വരട്ടെ എന്നൊരു ഇത്. പിന്നെന്താണ് VD. പക്ഷെ എനിക്ക് ബെറ്റർ ഈ പറയുന്ന VD തന്നെയാണ്. ഉള്ള കാര്യം പറയാമല്ലോ. ഇതെല്ലാം കൊണ്ടുവന്നതാണെങ്കിൽ അയാൾ എന്നിച്ച് വലിച്ചു കയറി വിട്ടുന്ന ഇനമാണ്. രമേശ് ചെന്നിത്തലയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ശാന്തതയോടെയൊക്കെ പോകുന്നൊരു മനുഷ്യൻ ഇപ്പം. എന്തായാലും ആ ഒരു പവർ നമുക്ക് നോക്കാം. എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.